അതെ, എത്ര നേരം ഞാൻ ഉണർന്നു കിടക്കാന്നറിയോ? എന്റെ ബെഡ് കോഫി ഇതുവരെ കിട്ടിയില്ലല്ലോ. ഓ, എടുത്തു വെച്ചിരിക്കുകയാണെങ്കിൽ അതിന് തന്നേ. അയ്യോ, എടുത്തു വെച്ചിരുന്നതാ, ഞാൻ അതങ്ങെടുത്ത് കുടിച്ചു. ഇപ്പതേ ഞങ്ങളുടെ രണ്ടുപേരുടെയും കൈക്ക് ഒഴിവില്ല. ഒന്നുകിൽ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിലേ സ്വന്തമായിട്ട് ഇട്ട് കുടിക്കണം. അങ്ങനെ വെയിറ്റ് ചെയ്യാനൊന്നും വയ്യ. കോഫി കുടിക്കാതെ തലവേദന എടുക്കുക. അർച്ചനെ, ആതിര മാത്രമല്ലേ ഈ വീട്ടില് ഗർഭിണിയായിട്ടുള്ളൂ, വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പ കുറച്ച് ദേഹം അനങ്ങിന്ന് കരുതിയിട്ടേ ഒരു കുഴപ്പമില്ല. അനക്കെ, നീ മുറിയിലേക്ക് ചെല്ല, ഞാൻ കോഫി കൊണ്ടുവരാം. അതിപ്പോ ഒന്ന് ഇട്ട് തന്നു വെച്ചാ എന്താ കുഴപ്പം? ഡേ, നീ ജോലിക്ക് വെച്ചേക്കുന്ന ആരുമില്ല ഇവിടെ. നിനക്ക് വല്ലതും വേണമെങ്കിൽ സ്വന്തമായിട്ട് വന്ന് ഇട്ട് കുടിക്കും, ഇല്ലെങ്കിൽ പോ. നിങ്ങൾ അങ്ങനെ എന്നെ പരിഹസിക്കൊന്നും വേണ്ട. എനിക്കറിയാം കോഫി ഉണ്ടാക്കി കുടിക്കാൻ. എന്താ പലതും കളഞ്ഞു പോയോ? കോഫി പൗഡർ എവിടെയാ കൊണ്ടുവച്ചേക്കുന്നേ? അത് ഫ്രിഡ്ജിലെ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. ദേ നോക്കുന്നു. എവിടെ? അയ്യോ, ഇതാണ് കോഫി പൗഡർ. ഇനി ഷുഗറോ? ഇതിലും ഭേദം കോഫി തരുന്നതായിരുന്നു. മോറങ്ങോട്ട്. അതെ, ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ചിരുന്നെങ്കിൽ കോഫിക്ക് നല്ല ടേസ്റ്റ് കിട്ടുമായിരുന്നു. മോറങ്ങോട്ട്. ഇവിടെ എന്താ ഇന്ന് 3 നേരം ആഹാരത്തിന് പകരം കോഫിയാണോ? അതോ കോഫിയിലാണോ നീ ഇന്ന് കുളിക്കുന്നേ? അല്ല, ഇത്രയും വെള്ളം വെച്ചോണ്ട് ചോദിച്ചതാ. ദേ, നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട. എനിക്കറിയാം എന്ത് വേണോന്ന്. അത് മനസ്സിലായി, നിനക്ക് കൊറേ അറിയാന്ന് മനസ്സിലായി. അങ്ങോട്ട് മാറടി കൊച്ചെ. എന്നിട്ട് ഞങ്ങൾ ചെയ്യുന്നത് കണ്ടെങ്കിലും പഠിക്കും, അല്ലെങ്കിൽ അപ്പുറത്തെങ്ങാനും പോയിരിക്കും. ചേച്ചിയുടെ പുറകെ നടന്ന് വക്രബുദ്ധിയൊക്കെ പഠിച്ചെടുക്കുന്നതിന് പകരം ഇതൊക്കെ ഒന്ന് ചെയ്ത് പഠിച്ചാൽ സ്വന്തമായിട്ടൊരു കോഫി എങ്കിലും ഉണ്ടാക്കി കുടിക്കാം. ദയവായി ആ ഹാളിലൊന്ന് പോയിരിക്കോ, ഞങ്ങൾ ഉണ്ടായിക്കൊണ്ട് വരാം. വല്ലാത്ത ജന്മം തന്നെ. എടുത്തേ, ഒരു കോഫി ഇട്ട് കൊടുക്ക്, ഇല്ലെങ്കിൽ അത് മതി ഇന്ന് ഭൂകമ്പം ഉണ്ടാവാൻ. ഇയാളിതെവിടെ പോയി? ആ, അവന്തികയോ? എന്താ മോളെ രാവിലെ? അത് അച്ഛന് മരുന്നൊക്കെ എടുത്തു തരാന്ന് കരുതി വന്നതാ. അത് അർച്ചന എടുത്ത് തന്നായിരുന്നു. ആണോ? നന്ദൻ എവിടെ? ഓഫീസിൽ പോകാൻ റെഡിയാവുക. ആ, ശരി. നിനക്ക് എന്നോട് എന്തെങ്കിലും സംസാരിക്കാനുണ്ടോ? അത് അച്ഛാ, എനിക്ക് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറയേ. ഓരോന്നും മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് ഇവിടെ ഉണ്ടായ പ്രശ്നങ്ങൾ എന്തുമാത്രമാണെന്ന് നിനക്കറിയാലോ. അതുകൊണ്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ പറയേ. അച്ഛാ, അത് വേറൊന്നുമല്ല. എനിക്കിങ്ങനെ ഈ വീട്ടിൽ കയറിയിരിക്കാൻ വയ്യ.
ഇത്രയൊന്നും പറഞ്ഞ ഞാൻ ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്നേ. ഇത്രയും നാള് തിരക്കിനിടയിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് വെറുതെ ഇരുന്നപ്പോ സത്യം പറഞ്ഞ ബോറടിക്കുന്നുണ്ടച്ചാ. അതുകൊണ്ട് അച്ഛനായിട്ട് തന്നെ നന്ദേട്ടനോടൊന്ന് സംസാരിക്കണം. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലികളൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. അച്ഛനൊന്ന് നന്ദേട്ടനോട് സംസാരിക്കാവോ? നിന്റെ കാര്യങ്ങളെല്ലാം നീ തുറന്നു പറഞ്ഞുകൊണ്ട് തന്നെ ഞാനും കാര്യങ്ങളൊക്കെ തുറന്നു പറയാം. നന്ദൻ എൻ്റെ മകനാണെങ്കിലും അവൻ നിന്റെ ഭർത്താവാ. എന്ത് കാര്യമുണ്ടെങ്കിലും അവനോട് തുറന്നു പറയാമെന്നിരിക്കെ നീ ഇവിടെ വന്ന് എന്നോടിത് പറഞ്ഞതിൻ്റെ അർത്ഥം നീ പറഞ്ഞാൽ നന്ദൻ അത് മുഖവിലേക്ക് എടുക്കില്ല എന്നല്ലേ? ഒരച്ഛനെന്ന നിലയിൽ പഴയ പോലെ അധികാരം കാണിക്കാനും തർക്കിക്കാനും ഒന്നും എനിക്കിപ്പോൾ പറ്റില്ല. തന്നോളം വളർന്ന മക്കളെ ഉപദേശിക്കാനും ഇനിയും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനും ഞാൻ മെനക്കെടുന്നത് വലിയ മണ്ടത്തരമാണ്. മാത്രമല്ല എനിക്കെല്ലാത്തിനോടും ഒരു പേടിയാ. ഒരു എടുത്തിയാട്ടത്തിൽ മൂത്ത മകനെ ഓർത്ത് കുറേ വർഷം തീ തിന്ന് ജീവിച്ച ഒരച്ഛൻ. പരിമിതികളേറെയുണ്ട്. അവന് ബിസിനസ് എല്ലാം സ്വന്തമായി ചെയ്യുന്നതാണ് ഇഷ്ടം. സച്ചിയും സന്ദീപും ഒക്കെ ഓഫീസ് കാര്യങ്ങളിൽ ഇടപെടും മുമ്പ് നന്ദൻ ഒറ്റയ്ക്കല്ലേ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അവനില്ലാതിരുന്ന സമയത്ത് നീ അതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി. നീ നിന്റെ ആരോഗ്യത്തെ മറന്ന് ഇത്രയും കാലം ജീവിച്ചു. ഇനി കുറച്ച് വിശ്രമമാവാമെന്ന് നന്ദൻ പറയുന്നതിൽ തെറ്റു പറയാനാവൂ നമുക്ക്? പിന്നെ ഇപ്പോഴുള്ള ഈ ബോറടിയുടെ കാര്യം, പെട്ടെന്ന് ജീവിത സാഹചര്യങ്ങൾ മാറുമ്പോൾ അതിനോട് പൊരുത്തപ്പെടാൻ കുറച്ച് സമയം വേണ്ടി വരും. നീ ഓഫീസിലെ കാര്യങ്ങളൊക്കെ മറന്ന് നിന്റെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നെങ്കിലും നഷ്ടപ്പെട്ടുവെന്ന് നീ കരുതിയ നിന്റെ ഭർത്താവ് തിരിച്ചു വന്നു. അതിൽ പരം ഒരു സന്തോഷവും ആനന്ദവും വേറെന്താ നിനക്ക്? മോളെ, നീ ഇനി അവനെയും ഈ കുടുംബത്തിലെ കാര്യങ്ങൾ നോക്കി സ്വസ്ഥമാവും. പിന്നെ ഞാൻ നിന്നോട് വേറൊരു കാര്യം പറയാൻ വന്നത് എന്താന്ന് വെച്ചാൽ, ഇനി അധികം വൈകാതെ നീയും നന്ദനും ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കണം. എൻ്റെ എല്ലാ മക്കളും കുഞ്ഞുങ്ങളുമായി എന്നോടൊപ്പം ഇവിടെ വേണം. നിങ്ങൾക്കും വേണമല്ലോ ഒരു കുഞ്ഞ്. മോള് വന്ന് ആവശ്യപ്പെട്ട കാര്യത്തിൽ നിന്ന് ഞാൻ വഴിമാറി സംസാരിക്കുന്നു എന്ന തോന്നൽ വേണ്ട. എൻ്റെ ആഗ്രഹങ്ങൾക്കപ്പുറം എൻ്റെ മക്കളുടെ തീരുമാനത്തിനാണ് ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് അവന്തിക്ക് മനസ്സിലായല്ലോ അല്ലേ? ആ, മനസ്സിലായച്ചാ. എന്റെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോവാനാ അച്ഛനും നന്ദേട്ടനൊക്കെ ആവശ്യപ്പെടുന്നത്. ഞാനതിന് ശ്രമിക്കാം. നല്ല കാര്യം. പറഞ്ഞാൽ നിനക്ക് എത്രത്തോളം മനസ്സിലാവുന്നൊരു സംശയം ഉണ്ടായിരുന്നു. അതിപ്പോ മാറി. നിനക്ക് മറ്റെന്തെങ്കിലും എന്നോട് പറയാനുണ്ടായിരുന്നോ? ഒരു കാര്യം കൂടെ ഉണ്ടച്ചാ. അർച്ചനയും ഡോക്ടർ സന്ധ്യയും ഇപ്പൊ വലിയ കൂട്ടുകാരാണെന്ന് അച്ഛനും അറിയാലോ. അതിൽ നിന്ന് അച്ഛൻ അർച്ചനെ ഒന്ന് വിലക്കണം. അത് മറ്റൊന്നും കൊണ്ടല്ല. സന്ധ്യ എനിക്ക് നല്ലതുപോലെ അറിയാം. നമ്മളെപ്പോലുള്ളവർക്ക് കൂട്ടുകൂടാൻ പറ്റിയ ഒരാളല്ല സന്ധ്യ. അച്ഛനറിയാലോ, കുറെ കാലം എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു അവള്. അവളുടെ ചില പ്രവൃത്തികൾ ശരിയല്ലാത്തതുകൊണ്ടാ ഞാനായിട്ട് തന്നെ അവളെ ഒഴിവാക്കി വിട്ടത്. അനാഥയാണെന്നുള്ള സെന്റിമെന്റ്സ് വെച്ച് അവള് എല്ലാരെയും മുതലെടുക്കും. പിന്നെ അച്ഛൻ പഠിപ്പിച്ച് ഡോക്ടറായി എന്നറിഞ്ഞപ്പോഴാ അവൾ ഇവിടേക്ക് സ്ഥിരമായി വന്നു തുടങ്ങിയത്.
അങ്ങനെ നമ്മള് ധാരാളം പേരെ പഠിപ്പിക്കുകയും വലിയ ജോലിക്കാരാക്കുകയൊക്കെ ചെയ്തിട്ടില്ലേ അച്ഛാ? അവർക്കാർക്കും ഇല്ലാത്തൊരു പ്രിവിലേജ് എന്തിനാ സന്ധ്യയ്ക്ക് മാത്രം നമ്മൾ കൊടുക്കുന്നത്? അവളുടെ സ്വഭാവം നല്ലപോലെ അറിയാവുന്നതുകൊണ്ടാ ഞാനിതിപ്പോ പറയുന്നേ. ഞാൻ അർച്ചനയോട് പറയുന്നത് മോശ. കാരണം സന്ധ്യയെ തിരിച്ചറിയാതെ ഞാനും കുറെ നാള് കൂടെ കൊണ്ട് നടന്നതല്ലേ. അവന്തിക ഇപ്പൊ പറഞ്ഞ പോലത്തെ ഒരു ക്യാരക്ടറുള്ള ആളാണ് സന്ധ്യയെന്ന് എനിക്ക് തോന്നുന്നില്ല. ചിലപ്പോ എന്നേക്കാൾ സന്ധ്യയെക്കുറിച്ച് അറിയാവുന്നത് നിനക്കാവും. അത് സമ്മതിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നിന്റെ കൂട്ടുകാരിയായിരുന്നപ്പോൾ അവൾ എന്തായിരുന്നുവെന്ന് എനിക്കറിയില്ല. ഇപ്പോ അവളൊരു ഡോക്ടറാ. ഈ സമൂഹത്തിനോടും മനുഷ്യരോടും പ്രതിബദ്ധതയുള്ള ഒരു ഡോക്ടർ. അതിനു പുറമെ ബുദ്ധിമതിയും കാര്യപ്രാപ്തിയും നന്ദിയുമുള്ളവളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിലപ്പോ ആ പ്രായത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത് കാണുമായിരിക്കും. പക്ഷേ ഇപ്പം അങ്ങനെയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നല്ലൊരു സുഹൃത്തിനെ കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇരുവരുടെയും മനസ്സും ചിന്തകളും പൊരുത്തപ്പെടുമ്പോഴാണ് ഒരു നല്ല സുഹൃത്തിനെ കിട്ടുന്നത്. അവന്തികയുടെ സ്വഭാവത്തിന് ചേർന്ന ആളല്ല സന്ധ്യ. പക്ഷേ അർച്ചനയും സന്ധ്യയും തമ്മിൽ നല്ലൊരു ബോണ്ടുണ്ട് എന്നാ എനിക്ക് മനസ്സിലായത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നന്ദൻ ഇപ്പോ ഈ വീട്ടിലുള്ളത്. പിന്നെ നീ പറഞ്ഞതുപോലെ സന്ധ്യ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ തന്നെ അർച്ചനയെ ഒരു തരത്തിലും അത് ബാധിക്കില്ല. നിന്നെപ്പോലെ മുതലെടുക്കാനുള്ള സാഹചര്യം അർച്ചന ഉണ്ടാക്കില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരാൾ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോൾ അരുത് എന്ന് പറയാൻ ആർക്കും അധികാരമില്ല. അർച്ചന സ്വയം മനസ്സിലാക്കട്ടെ. നമ്മളായിട്ട് പറഞ്ഞ് അവരെ വിഷമിപ്പിക്കേണ്ട. ഇനി അവസാനമായിട്ട് നിന്നോട് ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഒരു സുഹൃത്ത് പിൽക്കാലത്ത് എത്ര ശത്രുവായി മാറിയാലും ഒരിക്കലും അവരെക്കുറിച്ച് മറ്റൊരാളോട് കുറ്റമായി പറയരുത്. നല്ല ഉദ്ദേശത്തോടെയാണ് പറയുന്നതെങ്കിലും കേൾക്കുന്നവർ നമ്മളെ അളക്കാൻ അത് മതി. സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച് ഞാൻ ഇത്രയൊക്കെ പറയണമെങ്കിൽ എനിക്കും നല്ലൊരു സുഹൃത്ത് ഉണ്ടായിരുന്നിരിക്കണം. ഉണ്ടായിരുന്നു. അയാളുടെ പേര് വിനയചന്ദ്രൻ എന്നായിരുന്നു. അതെ, നിന്റെ അച്ഛൻ തന്നെ. സുഹൃത്തുക്കൾ അകലുന്നതിന്റെ വേദന എനിക്ക് മനസ്സിലാക്കി തന്നത് അവൻ തന്നെയാ.
പോന്നു? അച്ഛൻ പത്രം വായിക്കാൻ വന്നല്ലേ? അതെന്തിനാ? നീ അവിടെ ഇരുന്നു. കാരണവന്മാർ വരുമ്പോ എഴുന്നേറ്റ് മാറിപ്പോകുന്നൊക്കെ പണ്ട്. നിങ്ങളൊക്കെ ന്യൂ ജനറേഷൻ അല്ലേ? എന്നെ കണ്ടപ്പോ നീ എഴുന്നേറ്റ് പോകാൻ പോയി. എന്റെ മോളെ നോക്കി, ഇരുന്നിടത്തുനിന്ന് അനങ്ങിയത് പോലുമില്ല. അത് ഞാൻ ന്യൂ ജനറേഷൻ ആയതുകൊണ്ടാ. അച്ഛനെ കണ്ട് ഞാൻ എഴുന്നേറ്റ് മാറിപ്പോയാ അച്ഛൻ ഇത് തന്നെ പറയും. എന്തിനാ വെറുതെ അച്ഛനെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുമെന്ന് കരുതിയിട്ടാ. അത് നന്നായി. മാഷിനെ വിളിച്ചോ മോളെ? ആ, ഇന്നലെ രാത്രി വിളിച്ചായിരുന്നു. ആ, വിളിക്കണം, എന്നും വിളിക്കണം. വിശേഷങ്ങളൊക്കെ പറയണം. നീ മാത്രമല്ല, അർച്ചനയും. നിങ്ങൾ സന്തോഷമായിരിക്കുന്നു എന്നറിയുമ്പോഴേ അവർക്ക് സമാധാനവും സന്തോഷവും കിട്ടൂ. ആദരേ. ഡേ, ഓ ഏട്ടത്തി വാ. ആ, നിങ്ങൾ ഓഫീസിലേക്ക് ഇറങ്ങിയോ? ഇറങ്ങി അച്ഛാ. നന്ദൻ വരുന്നില്ലേ ഇന്ന്? ആ പിന്നെ വരുന്നുണ്ട്. നന്ദേട്ടാ പോവാം. ഇന്ന് എല്ലാരും പോവാണോ? ഓ, ഞങ്ങളൊക്കെ ജോലിക്ക് പോകുന്നു. മാഡത്തിന് പിന്നെ പ്രത്യേകിച്ച് ഒരിടത്ത് പോകണ്ടല്ലോ. പിന്നെ ഈ ഗർഭിണിയായ ഏട്ടത്തി ആര് നോക്കും? അതിന് മേലെടുത്തി ഉണ്ടല്ലോ. മീരേച്ചി ഇന്ന് ആവണി മോളെ കാണാൻ പോയിരിക്കുവാ. സമയാസമയം എന്തൊക്കെ എങ്ങനെയെന്ന് എല്ലാം എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാ പോയിരിക്കുന്നെ. ഓ, കുറച്ചു നേരം കഴിയുമ്പോ ആദരം ഇവളെ നോക്കേണ്ട അവസ്ഥയാവും. ഇല്ല. പോടാ. ആ പോവാ. ആ പോട്ടെ. പോയേട്ടാ. എല്ലാരും പോകാൻ ഇറങ്ങിയോ? ആ, എന്താ എന്താ അർച്ചനെ? എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അവന്തിയടുത്ത് എനിക്ക് എവിടെ? അവരോട് ഞാൻ പറഞ്ഞോളാം. എടുത്ത് കാര്യം എന്തെന്ന് പറയും. അതൊക്കെ പറയാം, അവരും കൂടി വരട്ടെ. എടുത്തി അവന്തിക റൂമിലില്ല. എടുത്തി അനകെ എത്തി. ഇനി തനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാ പറയും. പറയട്ടെ. ആ പറയെടുത്തേ. നാളെ കഴിഞ്ഞ് മറ്റന്നാ ഒരു വലിയ പ്രത്യേകതയുള്ള ദിവസം. എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? അവന്തിയടുത്തേക്ക് ചിലപ്പോ ഓർമ്മ കാണും. എനിക്കറിയില്ല. ഇവിടെ ആർക്കും അറിയില്ല. മോള് തന്നെ പറയും. ശരി, ഞാൻ തന്നെ പറയാം. മറ്റന്നാളാണ് നമ്മുടെ സ്വന്തം നന്ദേട്ടന്റെ പിറന്നാൾ ദിവസം. ഓ ആണോ? എന്താ, ശരിയല്ലേ? അതെ, കർക്കിടക 26 മറ്റന്നാൾ തന്നെ. എന്റെയും ഈ കുടുംബത്തിന്റെയും വക അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ നന്ദേട്ടാ. താങ്ക് യു സ്നേഹമോളെ. എല്ലാ മക്കളുടെയും ജന്മദിവസം ഓർമ്മയിലുണ്ടായിരുന്നോ? നീ പോയതിനു ശേഷം അതൊക്കെ ഓർമ്മയിൽ നിന്ന് പോയി. ഇപ്പൊ ഏട്ടൻ ഇവിടെ ഉണ്ടല്ലോ, ഇനി ആഘോഷിക്കാലോ. ആഘോഷമൊന്നും വേണ്ട സ്നേഹമോളെ. നിങ്ങളുടെയൊക്കെ ബർത്ത്ഡേ നമുക്ക് ആഘോഷിക്കാം. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. ഈ വർഷം ആഘോഷിക്കണം. കുറെ വർഷത്തിന് ശേഷം ഏട്ടൻ ഞങ്ങളോടൊപ്പമുള്ള പിറന്നാളല്ലേ? ഏട്ടൻ വന്നിട്ട് ഒരു ഗെറ്റ് ടുഗദർ നടത്താൻ പ്ലാൻ ചെയ്യായിരുന്നു ഞങ്ങള്. ഇനി ബർത്ത്ഡേ വിത്ത് ഗെറ്റ് ടുഗദർ ആക്കാം. എന്താ? പിള്ളേരുടെ ആഗ്രഹമല്ലടാ, അങ്ങ് സാധിച്ചു കൊടുത്തേക്ക്. അച്ഛന്റെ പെർമിഷൻ കിട്ടിയ സ്ഥിതിക്ക് ഇനി നന്നിട്ട് ഒന്നും പറയണ്ട. ബാക്കി എല്ലാം ഞാൻ ഏറ്റു. ആ ശരി ശരി, സമ്മതിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ. നമ്മുടെ ഇവിടെ ഉള്ളവരും അർച്ചനയുടെ വീട്ടുകാരും മാത്രം മതി ഫംഗ്ഷന്.
അത് മറ്റൊന്നും കൊണ്ടല്ല. കൂടുതൽ ബന്ധുക്കളെയൊക്കെ വിളിച്ചു വരുത്തിയാൽ അവരുടെ ഓരോ ചോദ്യങ്ങൾക്കും എനിക്ക് മറുപടി ഇല്ലാതാവും. അതുകൊണ്ടാ. മതി, നമ്മൾ മാത്രം മതി. അവന്തികെ, എന്താച്ചാ? മറ്റന്നാള് നിന്റെ ഹരിഹരൻ അമ്മാവനെ കൂടി ക്ഷണിക്കണം. കുറേ നാളായി ഹരിഹരനെയും കണ്ടിട്ട്.